ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളൊരു ട്രെൻഡിങ് ആയ ഡിഷാണ് ട്രൈ ചെയ്തിരിക്കുന്നത്, പുട്ട് ഐസ്ക്രീം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെയൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു ഏകദേശം രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട്. വാനില, പിസ്ത, മാംഗോ, സ്ട്രോബെറി, ചോക്ലേറ്റ്. ഇതിലേതെങ്കിലും 3 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, എല്ലാം എടുക്കണമെന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലെക്സ്, ചോക്കോസ്, ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്തത്, കറുത്ത മുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി, ജെംസ്, ബദാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, ചോക്ലേറ്റ് ഗനാഷ്. ഇതെല്ലാം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആദ്യം കോൺഫ്ലെക്സ് ഇടുക, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, ബദാം സ്ലൈസ് ചെയ്തത്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ ഒരു അളവിൽ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടി നമുക്കൊരു പുട്ടുകുറ്റി എടുക്കാം. പുട്ടുകുറ്റിയുടെ ചില്ല് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്താലോ? നമ്മൾ പുട്ടിൻ്റെ നാളികേരം ചേർക്കുന്നത് പോലെ ഈ ഒരു മിക്സ് ചേർക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് ഫില്ലാക്കി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനിലയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്, അതൊന്ന് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും ഫില്ലിങ്സ് ഇടാം. ഇനി രണ്ടാമതായിട്ട് ഞാനിവിടെ പിസ്തയാണ് ചേർക്കുന്നത്, അതും നമുക്കൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ഫില്ലിങ്സ് നമുക്ക് ചേർക്കാം. നെക്സ്റ്റ് സ്ട്രോബെറി ആണ് ഞാൻ ചേർക്കുന്നത്, അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫില്ലിങ് വെച്ചതിന് ശേഷം മാംഗോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറും കൂടി നമുക്ക് ബാക്കിയുണ്ട്, പക്ഷെ അത് വെക്കാനുള്ള സ്ഥലം നമ്മുടെ പുട്ടുകുറ്റിയിൽ ബാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാംഗോ വെച്ചിട്ട് അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സെറ്റ് ചെയ്യണേക്കാൾ മുന്നേ പുട്ടുകുറ്റി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ വെള്ളമായി പോകും. ഫില്ലിങ്സ് ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ടൊന്ന് പുട്ടുകുറ്റി അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് 4 മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്ക് പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. നേരത്തെ എടുത്ത കോൺഫ്ലെക്സിൻ്റെ മിക്സ് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ചോക്കോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പുട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഡെലീഷ്യസ് സംഭവമാണ്. ലാസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം വലിയ ബൗളിലെടുത്ത കാരണം കറക്റ്റ് ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെറിയ ബൗളിലെടുത്തിട്ടാണ് ശരിക്കും ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിനെസ്സാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്താൽ മതി, ഇത്രയും സാധനങ്ങളൊന്നും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.